കൂട്ടുകാരെ, ഇന്ന് ഞാൻ ചക്ക കുക്കറിൽ വേവിക്കുക, അരിയാതെ. ഈ കുക്കറിനകത്ത് നിറച്ച് ചക്ക സമയമില്ലാത്തവർക്കും പെട്ടെന്ന് വേവിക്കാനും അരിഞ്ഞില്ലേലും ഈ കുക്കറിനകത്ത് നിറച്ച് വെച്ച് ഇതിന് 2 കപ്പ് വെള്ളം ഒഴിക്കണം. 2 കപ്പ് വെള്ളം ഒഴിച്ച് 2 വിസിലടിക്കുമ്പോൾ ഓഫാക്കുക. ഇത് ഇടയ്ക്ക് ഇളക്കൊന്നും വേണ്ട, കുക്കറിനകത്താകുന്നത് കൊണ്ട് ഇത് ഇടയ്ക്കൊന്നും ഇളക്കണ്ട. 2 വിസിലടിച്ച് കഴിയുമ്പോൾ ഇത് പരുവത്തിന് വെന്ത് കിട്ടും. നമുക്ക് ഇത് അടുപ്പ് കത്തിച്ച് വയ്ക്കാം. 2 വിസിൽ കഴിയുമ്പോൾ ഞാനിത് തുറന്ന് കാണിക്കാം. 2 വിസിലടിച്ചു. നമുക്കിപ്പോൾ വെന്തോന്ന് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം വെന്തപ്പം ചക്ക താണു. വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. നല്ല വെണ്ണ പോലെ വെന്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ 2-3 തവണ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കുഴച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അരിഞ്ഞതാണോ മുഴുവനും ഇട്ട് വേവിച്ചതാണോ ഒന്നും കുഴച്ച് കഴിയുമ്പോൾ അറിയത്തില്ല. തേങ്ങ അരച്ച് വെച്ചേക്കുന്ന ഇതിൻ്റെ അരപ്പ് ഇങ്ങോട്ട് ഇടാം. ഇത് ഉപ്പിട്ട് ഞാൻ ചതച്ചെടുത്തതാണ്. നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് അരപ്പൊന്ന് വേകട്ടെ. 1 മിനിറ്റ് മതി. അത് കഴിഞ്ഞ് ഇതാ എൻ്റെ ചക്ക നമ്മൾ അരപ്പൊക്കെ ഇട്ട് ഈ ചക്ക നമുക്കൊന്ന് ഇളക്കാം. മുഴുവൻ ചക്ക അങ്ങനെ ഉണ്ടെന്ന്. ഇപ്പം ജോലിക്കൊക്കെ പോകുന്നവർക്ക് ചക്ക പറക്കി അരിഞ്ഞ് എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ പറക്കി വെച്ചാണെങ്കിൽ നമുക്ക് അരിയാതെ തന്നെ ഒന്ന് വേവിക്കാം. അല്ല, ചക്ക തിന്നാം. കണ്ടോ, ഇത് കുഴഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അരിഞ്ഞതാണോ പിന്നെ മുഴുവനായിട്ട് വെച്ചതാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ സമയം ലാഭമുണ്ട്. ഇത് സമയമില്ലാത്തവർക്ക് ചക്ക തിന്നണമെന്നുണ്ട്, പക്ഷെ അരിയാനും എടുക്കാനും ഒന്നും സമയമില്ല. ജോലിക്കൊക്കെ പോകുന്നവർക്കോ അല്ലാത്ത ചിലവർക്ക് ഇത് അരിയാനൊന്നും മടിയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നല്ലതായിട്ട് കുഴഞ്ഞ് ഒരു കപ്പ് വെള്ളം മതി കേട്ടോ. ഞാൻ പിന്നെ കുറച്ചങ്ങ് എടുത്ത് കളഞ്ഞു. പിന്നെ ഓർത്തെ ഇത്രയും വേണ്ടല്ലോ എന്ന്. 1 കപ്പ് മതി വെള്ളം. 2 വിസിൽ. അരിഞ്ഞ ചക്കയ്ക്ക് 1 വിസിൽ മതി. 1 വിസിൽ വന്ന് നമുക്ക് വെന്ത് കിട്ടും. ഈ ചക്ക വേവിച്ചത് കുറച്ച് നമുക്ക് പാത്രത്തിലോട്ടെടുക്കാം. നോക്കിക്കേ കൂട്ടുകാരെ, ഇത് മുഴുവൻ ചക്ക വേവിച്ചതാണോ അറിയാമോ? ഇല്ലല്ലോ. കണ്ടോ, നല്ല രുചിയുള്ള ചക്കയായത്. ഇതിനകത്തോട്ട് അയിലക്കൊഴുവ കറി വെച്ചത്, എല്ലാവരും ഇതുപോലെ ചക്ക വേവിച്ച് മീൻകറിയും കൂട്ടി കഴിക്കുക. കൂട്ടുകാരെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബും ബെല്ലൈക്കനും ലൈക്കും ഷെയറും കമൻറ്റും ഇടണം. ഇനിയും നമ്മൾ അടുത്ത
ദിവസം കാണാം. ഓക്കെ.